പാപം വഴി മനുഷ്യമക്കൾക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്ന ദൈവം കൂടെ ഇല്ലാത്തവരായി പോയി എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് മനുഷ്യാവതാരത്തെ കുറിച്ച് പറയുമ്പം ശിശുവിന് എമ്മാനുവേൽ എന്ന് പേരിടണം എന്ന് പ്രവാചകൻ എടുത്ത് പറയുന്നത്. എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ അനുശാസനത്തെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനകൾ എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 60ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 3ാമത്തെ യാചനയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം. തിരുമനസ് നമ്മൾ കണ്ടു, സ്വർഗത്തിലേതുപോലെ അതേക്കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു. സ്വർഗത്തിലായിരിക്കുന്ന ദൈവം, സ്വർഗം എന്താണ്, അതിലായിരിക്കുന്ന അവസ്ഥയാണ് ത്രിത്വൈക ദൈവത്തിൻ്റെ ജീവിതം. അതാണ് നമ്മുടെ ക്രൈസ്തവ ദൈവത്തിൻ്റെ ഏറ്റവും പരമമായ ഉറവിടവും ഉന്നവും മാതൃകയെല്ലാം നമ്മൾ കാണുകയുണ്ടായി. ആ ഒരു ത്രിത്വൈക ദൈവ ജീവിതത്തെ കുറിച്ചുള്ള വെളിപാട് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. വചനത്തിൽ അത് കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ സൂചനകൾ ധാരാളമായിട്ട്. അങ്ങനെ ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുമനസ് ആണല്ലോ അത് വെളിപ്പെട്ടിരിക്കുന്ന വചന രംഗങ്ങൾ നമുക്ക് ഒട്ടും കലർപ്പില്ലാതെ കാണാൻ പറ്റുന്നത് ബൈബിളിൻ്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തുമാണ്. സാത്താൻ ഇടപെടില്ലാത്തടത്ത്, അല്ലെ മനുഷ്യൻ തൻ്റെ മനസ്സ് ദൈവത്തിനെതിരെ തിരിക്കാത്തടത്ത് ദൈവത്തിൻ്റെ തിരുമനസ് അതേപടി വെളിപ്പെടുന്നു. അവിടെ കാണുകയുണ്ടായി പരദീസയെ കുറിച്ചുള്ള ഉൽപ്പത്തി 2-ാം അധ്യായത്തിലുള്ള വിവരണവും. വെളിപാട് 21 വീണ്ടും സാത്താനെ തീർത്ത് കഴിഞ്ഞിട്ട് ദൈവം വീണ്ടും മനുഷ്യ മക്കളെ ആ ഒറിജിനൽ ദൈവ തിരുമനസ് അനുസരിച്ച പദ്ധതിയിലേക്ക് അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുമുള്ള കാര്യവും അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ് വെളിപ്പെടുന്ന ത്രിത്വൈക ദൈവത്തിൻ്റെ വെളിപ്പെടലിൽ 3 കാര്യങ്ങൾ വെളിപ്പെടുന്നുണ്ട് നമ്മൾ നിരീക്ഷിച്ചു. ഉൽപ്പത്തി 1:26 വെച്ചുകൊണ്ടും ഈശോയുടെ വെളിപ്പെടുത്തൽ വെച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ സദൃശത്തിൽ ദൈവം കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ പക്ഷേ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. സ്നേഹത്തിൻ്റെ അല്ലാത്ത കൂട്ടായ്മകളും ഉണ്ട്, അല്ലേ? കള്ളന്മാരും കൊള്ളക്കാരും അവിടെ കാര്യങ്ങൾക്ക് വേണ്ടി സംഘം ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. നരകത്തിലെ പൈശാചിക അരുവികൾക്കും ഒരു കൂട്ടായ്മയുണ്ട്. അടിമത്തത്തിൻ്റെയും ഭയത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ബലത്തില് അടിയിൽ അമർന്ന് കിടന്ന് വർക്ക് ചെയ്യുന്ന ഒരു സംഘാത പ്രവർത്തനത്തിന്റെ കൂട്ടായ്മയാണ്, സ്നേഹത്തിന്റെ കൂട്ടായ്മയല്ല. അങ്ങനത്തെ കൂട്ടായ്മകളുണ്ട്, നമുക്കറിയാം. അപ്പം ദൈവത്തിലുള്ള കൂട്ടായ്മ ത്രിത്വൈക 3 വ്യക്തികൾ ഒന്നാന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്വാർത്ഥത വെച്ചോടെ മറ്റു രീതികളൊന്നുമല്ല, സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. പരമമായ സ്നേഹത്തിലുള്ള കൂട്ടായ്മ ദൈവസ്നേഹമാണ്. ആ സ്നേഹം പരമവിശുദ്ധിയാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ തന്നെ കെട്ട സ്നേഹങ്ങളുമുണ്ട്, സ്വാർത്ഥ സ്നേഹങ്ങളുമുണ്ട്. അങ്ങനത്തെ കൂട്ടായ്മകളുണ്ട്, നമുക്കറിയാം. അങ്ങനെയുള്ള കൂട്ടായ്മയല്ല. ഇതിലൊക്കെ പറയും ലെസ്ബിയൻ, ഹോമോസെക്ഷൽ. ഞങ്ങൾ സ്നേഹിക്കുകയല്ലേ, ഞങ്ങൾ സ്നേഹിക്കുക, ദൈവസ്നേഹമല്ലേ, സ്നേഹിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ സ്നേഹിക്കുന്നത് ഇങ്ങനെയാ എന്ന് പറയുന്നിടത്ത് ആ സ്നേഹത്തിന്റെ പരിശുദ്ധിയില്ലായ്മ അവർ മറന്നു പോകുന്നു, ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പൊ ദൈവം ഒന്നാണ്. കൂട്ടായ്മയുടെ പരമാവസ്ഥ കൂട്ടായ്മ വെറും ഒരു അയഞ്ഞ കൂട്ടായ്മയല്ല, മാക്സിമം ആണ്. അതുകൊണ്ടാണ് 3 വ്യക്തികളാണെങ്കിലും 1 എന്ന് പറയുന്നത്. അതിന് അല്പമെങ്കിലും തുല്യമായൊരു കൂട്ടായ്മ ഭൂമിയിൽ പറയുന്നത് ദാമ്പത്യ ബന്ധം നമുക്കറിയാം, പരസ്പര ലയം. പ്രഭാഷകൻ 25-ന്റെ 1-ാം വാക്യത്തിൽ ദമ്പതികൾക്ക് പരസ്പരമുള്ള ലയം സ്വർഗീയമാണ്, മനോഹരമാണെന്ന് അവിടെ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മത്തായി 19 പറയുന്നത് ഇനി അവർ 2 ഒന്നാണ്. സ്ത്രീയും പുരുഷനും ഒന്നാകും. ദാമ്പത്യത്തിൽ വിവാഹത്തിൽ ഒന്നാകുമ്പോൾ അവർ 2 ബാഹ്യമായിട്ട് കാണപ്പെടും, 2 വ്യക്തികളുമാണ്. പക്ഷെ അവർ ലയിച്ച് ഒന്നായിട്ട് ഒന്നാകണം. അത് സത്താപരമായ രീതിയിൽ തന്നെ അനുഭവിക്കുന്നതാണ് ദൈവം. മാക്സിമം ഒന്നായിരിക്കുന്ന, അതിനപ്പുറം 2 വ്യക്തികൾക്ക് ഒന്നാകാൻ പറ്റത്തില്ല. ആ ഒന്നാകല് സ്നേഹത്തിനാണ്, പരമമായ സ്നേഹത്തിനാണ്. വീണ്ടും ആ സ്നേഹം പരമമായ ശുദ്ധിയിലാണ്. അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഈ ഉൽപ്പത്തി 2-ലും വെളിപാട് 21-ലും എങ്ങനെ നമുക്ക് ഭൗമികമായ സാഹചര്യങ്ങളിൽ പ്രകടിതമാകുന്ന, പ്രകാശിതമാകുന്ന കാണാനായിട്ട് പറ്റും. അത് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ഒന്നായിരിക്കുന്ന ഒരുമയുടെ അവസ്ഥ. പർദീസയുടെ രംഗങ്ങൾ കാണുമ്പോൾ
അവിടെ ദൈവം നിരന്തരം സന്നിഹിതനാണ്. മനുഷ്യ മക്കളൊക്കെ രൂപം കൊടുക്കുന്നു, ജീവൻ കൊടുക്കുന്നു, ഇണയെ ചേർത്ത് കൊടുക്കുന്നു, മൃഗങ്ങളെ ചേർത്ത് കൊടുക്കുന്നു, ഭക്ഷണം എല്ലാം ഒരുക്കുന്നു, അങ്ങനെ എല്ലാം ചെയ്തു. ദൈവം നിരന്തരം കൂടെയുണ്ട്. ഉൽപ്പത്തി 3 8 വാക്യത്തിൽ ആദ്യത്തെ പാവം ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ ആദവും വിഷമിച്ച് മാറി നിൽക്കുമ്പം സ്വയം ലജ്ജയുടെ അസ്വസ്ഥതയിൽ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ അവരായിരിക്കുമ്പം, തകർന്ന അവസ്ഥയിലായിരിക്കുമ്പോഴും ദൈവം അവിടെ പക്കലേക്ക് വരുന്നു. ഉൽപ്പത്തി 3:8 വെയിലാറിയ നേരം ദൈവത്തിന്റെ കാലൊച്ച തോട്ടത്തിലെ കേട്ടു. ദൈവമായ കർത്താവിന്റെ പക്കലേക്ക് വരികയാണ്. അത് അന്ന് മാത്രം വന്നതല്ല, എന്നും ദൈവമായ കർത്താവിന്റെ കൂടെ ഉണ്ട്. അതിന്റെ ഒരു സൂചനയാണ് അന്ന് പ്രത്യേക സാഹചര്യത്തിൽ പറയുന്നത്. അതാണ് 2-ാം അധ്യായം 1-ാമത്തെ 2-ാം അധ്യായം മുഴുവനും ദൈവമായ കർത്താവ് തോട്ടമുണ്ടാക്കി, ഏദനില് എല്ലാം ക്രമീകരിച്ചു, മനുഷ്യനെ ഉണ്ടാക്കി, ജീവശ്വാസം പകർന്നു, ആത്മാവിനെ പകർന്നു, ജീവന്റെ വൃക്ഷം, നന്മയുടെ വൃക്ഷം, അങ്ങനെ എല്ലാം ദൈവം അവിടെ നിരന്തരമുണ്ട്. അപ്പൊ ദൈവത്തോടുള്ള കൂട്ടായ്മയെന്ന് പറയുന്നത് പരദീസ അനുഭവത്തിന്റെ 1-ാമത്തെ ഘടകമാണ്. പാപം വഴി മനുഷ്യമക്കൾക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്ന ദൈവം കൂടെ ഇല്ലാത്തവരായി പോയി എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് മനുഷ്യാവതാരത്തെ കുറിച്ച് പറയുമ്പം ശിശുവിന് എമ്മാനുവേൽ എന്ന് പേരിടണം എന്ന് പ്രവാചകൻ എടുത്ത് പറയുന്നത്. എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയാകുന്ന അനുഭവം. അപ്പം പാപം വഴി ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടം പരദീസയിൽ നിന്ന് പുറത്തായി എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തായി. ദൈവം പുറത്താക്കിയതല്ല, ദൈവം ഒരിക്കലും ആരും പുറത്താക്കുന്നില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞു, ദൈവത്തിന് എപ്പോഴും സ്നേഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇവര് പാപം ചെയ്ത് കഴിഞ്ഞ അവസ്ഥയിലും അന്ന് വൈകുന്നേരവും ദൈവമായ കർത്താവ് അവിടെ പക്കലേക്ക് വരിക, അതേ സ്നേഹത്തോടെ കഴിഞ്ഞ ദിവസം വരെ എങ്ങനെ സ്നേഹിച്ചത് സ്നേഹം വരികയാണ്. ഇവരാണ് ഓടുന്നത്, ഇവർക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. അപ്പം ദൈവത്തോടുള്ള കൂട്ടായ്മ നമ്മൾ കാണുകയാണ്. ദൈവത്തിന്റെ തിരുമനസ് ലംഘിക്കപ്പെടാത്രത്തോളം നാള് അവർ നിരന്തരം ദൈവസാന്നിധ്യം അനുഭവിച്ചിരുന്നു. രണ്ടാമത് അവർ പരസ്പരം വലിയ ലയം അനുഭവിച്ചിരുന്നു. ആദവും മാത്രമാണ് അന്ന് മനുഷ്യട്ടുള്ളത്. പരസ്പരം ലയം അനുഭവിച്ചിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ വേണം അവർ വസിക്കാൻ എന്ന് ദൈവം തന്നെ പറയുന്നതായിട്ട് നമ്മൾ ഉൽപ്പത്തി 2 വായിക്കുന്നുണ്ടല്ലോ. തമ്പുരാൻ പറയുകയാണ് 18-ാം വാക്യം ഉൽപ്പത്തി 2 മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഏകനായിട്ട് ആയിരിക്കരുത്, ഏകാന്തനായിട്ട് കഴിയരുത്, കൂട്ടായ്മയിലായിരിക്കണം. നമ്മള് കർത്തൃപാത്രയുടെ ആരംഭത്തിൽ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ ഞങ്ങളുടെ എന്ന വാക്കിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. കൂട്ടായ്മയിലാണ് ദൈവം. സ്വർഗം തൃത്വത്തിന്റെ കൂട്ടായ്മയാണ്. മലാഖമാരൊപ്പം ഈശോ ഭൂമിയിലേക്ക് വന്നപ്പോൾ തിരുക്കുടുംബത്തിലാണ് ആയിരുന്നത്. അപ്പസ്തലന്മാർ 12 പേരെ വിളിച്ചു, 72 പേരെ പിന്നെയും കൂട്ടി, പന്തക്കോസ്തായിൽ 3000 പേര്. അങ്ങനെ അത് പന്തക്കോസ്തകളുടെ ഒരുക്കം തന്നെ അപ്പസ്തലന്മാര് അമ്മയ്ക്കൊപ്പം ഏക മനസ്സോടെ കൂട്ടായ്മ സഭ എന്ന് പറയുന്നത് വിളിച്ചു ചേർക്കപ്പെട്ട കൂട്ടായ്മയാണ്. അങ്ങനെ കൂട്ടായ്മയുടെ ഒരു അന്തരീക്ഷത്തിലാണ് ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും. അപ്പൊ മനുഷ്യൻ സൃഷ്ടിച്ച പാദം തനിച്ചായിരിക്കുന്നു. അപ്പൊ തന്നെ പറയുകയാണ് ഏകനായിരിക്കും എന്നല്ല, ചേർന്ന ഇണയെ കൊടുക്കും. നമ്മളെല്ലാം ഒരുമിച്ചായിരിക്കേണ്ടവരാണ്, കൂട്ടായ്മയിലായിരിക്കേണ്ടതാണ്. അത് അപ്പൊ ഹവ്യെ കൊണ്ടുവരുന്നു. ഹവ്യെ കാണുമ്പോൾ ആദം പറയുന്നതായ കമന്റ് നമുക്ക് 23-ാം വാക്യം 2-ാം അധ്യായത്തില് അവൻ പറഞ്ഞു, ഒടുവിലേതായ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസം എന്നുള്ള മാംസവും. നല്ല അടുപ്പം. ഇതിനേക്കാളും എങ്ങനെയാണ് വാക്കുകളില് അടുപ്പം, എൻ്റെ സ്വന്തം ഇൻറ്റിമസി പറയാൻ പറ്റുക? അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിലുള്ള മാംസം, മജ്ജ, അങ്ങനെ ചേർന്ന് എൻ്റെയാണ്, ഇവള് എൻ്റേതാണ്, ഇവള് എൻ്റേതാണ്, അവള് പറയുന്നു ഇത് എൻ്റെയാണ് ചേട്ടായി. അങ്ങനെ ഒന്നായിരിക്കുന്ന ലയത്തിന്റെ അനുഭവം അവിടെയുണ്ട്. ദൈവത്തിന്റെ തിരുമനസ് ഭംഗമില്ലാതെ പ്രകാശിതമാകുമ്പം, പ്രവർത്തനക്ഷമമായിരിക്കുമ്പം ഈ അനുഭവം ഉണ്ടാകും. വീണ്ടും നമ്മൾ കാണുകയാണ് ജീവജാലങ്ങളെല്ലാമായുള്ള ബന്ധം. തമ്പുരാൻ എല്ലാ ജീവജാലങ്ങളെയും 19-ാം വാക്യം 2-ാം അധ്യായത്തില് കർത്താവ് ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യനെന്ന് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. അപ്പൊ അങ്ങനെ പേരിടാൻ വേണ്ടി വരുന്നു. പേരിടുക എന്ന് പറയുന്ന അധികാരമാണ്, ഒരു ഉടമസ്ഥതയാണ്, ഉത്തരവാദിത്തമാണ്, കാര്യസ്ഥതയാണ്. അതിനോട് ഈ ജീവജാലങ്ങൾ മുഴുവൻ ചേർന്ന് വരികയാണ്, ചേർന്ന് നിൽക്കുകയാണ്.
അപ്പൊ ജീവജാലങ്ങൾ മുഴുവനുമായുള്ള കൂട്ടായ്മയിലാണ് മനുഷ്യനായിരിക്കുന്നത്. പാപം വന്നപ്പോഴാണ് ജീവജാലങ്ങളെല്ലാം എതിരായത്. പാപത്തിന്റെ അവസ്ഥയെ മറികടന്ന് ദൈവത്തിന്റെ തിരുമനസ്സിലേക്ക് ആഴപ്പെട്ട് കയറി വരുന്ന വിശുദ്ധര് അസിസി പുണ്യവാൻ ചെന്നായെ പോലും ചെന്ന് സംസാരിച്ച് മാനസാന്തരപ്പെടുത്തുന്നു, മര്യാദക്കാരനാക്കുന്നു. നമ്മളെ കാണുന്നുണ്ട്. പക്ഷികളൊക്കെ വന്ന് തോളത്തിരിക്കുന്നു. ജീവജാലങ്ങൾ മുഴുവനുമായുള്ള കൂട്ടായ്മയുടെ ഒരു അനുഭവം ആത്യന്തികമായിട്ട് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ദൈവം വെച്ചിട്ടുള്ളതാണ്. ദൈവം കൂട്ടായ്മ ആയതുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്. അതിലേക്ക് പാവം വഴിയാണ് വിള്ളല് വന്നത്. വീണ്ടും പ്രപഞ്ചവുമായിട്ട് സസ്യങ്ങള്, വൃക്ഷങ്ങള്, ഫലങ്ങള്, അതേപറ്റി വചനം പറഞ്ഞ് നമുക്കറിയാമല്ലോ. 1-ാം അധ്യായത്തില് 29-ാമത്തെ വാക്യത്തില് ഭൂമുഖത്തുള്ള ധാന്യം വിടുന്ന എല്ലാ ചെടികളും, വിത്ത് ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായിട്ട് തരുന്നു. അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവയെല്ലാം പുഷ്പിച്ച് കായ്ച്ച് പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. 2-ാം അധ്യായത്തിന് 9-ാം വാക്യം, കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങളെ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ പുറപ്പെടുവിച്ചു. അപ്പം മനുഷ്യന് വേണ്ടിയിട്ടാണ്, കൂട്ടായ്മയിലാണ്. അപ്പം മൃഗങ്ങൾക്കും ഭക്ഷിക്കാൻ. അപ്പൊ സസ്യലോകം മൃഗങ്ങൾക്കും മനുഷ്യന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു. മൃഗങ്ങളെല്ലാം മനുഷ്യ ശുശ്രൂഷിക്കാൻ വേണ്ടി അവന്റെ പേരുവിളി കേട്ടുകൊണ്ട് അനുസരിച്ച് വരുന്നു. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാംസത്തിന് മാംസ, അസ്ഥിയുടെ അസ്ഥി ലയം, ദൈവവുമായിട്ട് അതിനേക്കാൾ ലയം. അങ്ങനെ മണ്ണുപോലും മനുഷ്യന് വേണ്ടി എല്ലാം പുറപ്പെടുവിക്കുന്നു. ഇതിന് മറുവശം നമ്മൾ ചേർത്ത് വെച്ചാൽ മതി. പാപം ഉണ്ടായിക്കഴിഞ്ഞാൽ മണ്ണ് മുളിച്ചിട്ട് പുറപ്പെടുവിക്കാൻ തുടങ്ങി. മുള്ളുകള് അധ്വാനിച്ച് വേർപ്പൊഴിയ മാത്രമേ ഭക്ഷണം ഉണ്ടാക്കുന്നുള്ളൂ. മൃഗങ്ങളെതിരായി അങ്ങനെയെല്ലാം സംഭവിക്കുകയാണ്. അപ്പൊ ഈ കൂട്ടായ്മ ഇവിടെ കാണുകയാണ്. ഇതാണ് ദൈവത്തിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്ന് പറയുമ്പം ആ തിരുമനസ് ഭൂമിയിൽ ദൈവം ആദ്യം എങ്ങനെ ഉണ്ടാക്കിയപ്പോ എങ്ങനെ കാണപ്പെട്ടു ഭൂമി, പർദീസ, അതിന്റെ നേർക്കാഴ്ചയാണ്. പിന്നെ പാവം ഉണ്ടാക്കിയിട്ട് ഇത് മുഴുവൻ തകർന്നു. അകൽച്ചയായി ദൈവത്തിന്റെ കൽപ്പനമാരെ കേട്ടപ്പോൾ ഓടി. 3:8 അവർ ഒളിച്ചു. തന്നോട് തന്നെ അകൽച്ച വന്നിട്ട് വത്തിയില കൊണ്ട് പൊതിഞ്ഞു മറച്ചു വെച്ചു. മറ്റേ ആളിനെ കുറ്റപ്പെടുത്തുന്നു. ഹവ്വയെ ആദം കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, നീ എനിക്ക് കൂട്ടി തന്ന സ്ത്രീ, അവള് പഴം തന്നിട്ട് ഞാൻ തിന്നത്. അപ്പൊ ഹവ്വ സർപ്പത്തെ കുറ്റപ്പെടുത്തുന്നു. മണ്ണ് എതിരോടായി മുളിച്ചിട്ട് പുറപ്പെടും. അങ്ങനെ എല്ലാം ബന്ധം, കൂട്ടായ്മ തെറ്റി ദൈവത്തിന്റെ തിരുമനസ് മാറ്റിവെച്ചിട്ട്, ദൈവത്തിന്റെ ഹിത കൽപ്പന മാറ്റിവെച്ചിട്ട്, ദൈവത്തിന്റെ വാക്കിനെ ഭരിക്കപ്പെടുന്ന അവസ്ഥ അവസാനിപ്പിച്ചിട്ട് സാത്താന്റെ വാക്കിനെ ഭരിക്കപ്പെടുന്ന നരകരാജ്യം വന്ന് കയറി കഴിഞ്ഞപ്പം മുഴുവൻ തെറ്റി. വീണ്ടും സാത്താനെ നശിപ്പിച്ചിട്ട് ഒരുപാട് 20 അവനെ എന്നേക്കുമായി തീർത്ത് കളഞ്ഞിട്ട് 21 നമ്മൾ വരുമ്പോൾ പുതിയ ആകാശം, പുതിയ ഭൂമി അവിടെ നമ്മൾ കാണുകയാണ്. മനോഹരമായിട്ട് ഈ കാര്യമെല്ലാം വീണ്ടും ചേർത്ത് വെക്കുന്നതായിട്ട് കാണുകയാണ്. 3-ാം വാക്യം 21 വെളിപാട്, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവിടെ കൂടെ ആയിരിക്കുകയും ചെയ്യും. കണ്ടോ, കൂടാരം. ദൈവം വീണ്ടും മനുഷ്യരുടെ കൂടെ കൂടാരം അടിക്കുന്നു. ഇമ്മാനുവേൽ അനുഭവം, ദൈവത്തോടു കൂടെ മനുഷ്യരായിരിക്കുന്നു, അവരവിടെ ദൈവമായിരിക്കും. അങ്ങനെ ഒരുമിച്ചായിരിക്കുന്ന കൂട്ടായ്മയിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുന്നു. കുഞ്ഞാടിന്റെ മണവാട്ടിയെ പോലെ, മണവാട്ടി അണിഞ്ഞൊരുങ്ങിയ ജെറുസലേമിനെ പോലെ കാണപ്പെടുന്നു. സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കുന്നു. അങ്ങനെയുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കപ്പെടുന്ന നമ്മൾ വീണ്ടും കാണുകയാണ്. അവിടെ ജീവന്റെ വൃക്ഷമുണ്ട്, ജീവന്റെ നദിയുണ്ട്. 21-ാം അധ്യായത്തിൽ അങ്ങനെ കൂട്ടായ്മ. അപ്പൊ ഇതാണ് നമുക്ക് ഈ ദൈവത്തിന്റെ തിരുമനസ് നിറവേറുമ്പോൾ ഉള്ള, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അത് വരുമ്പോഴുള്ള 1-ാമത്തെ അനുഭവം. അപ്പൊ സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ 3-ാമത്തെ യാചനയില് ഈ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് മനുഷ്യമക്കൾ മുഴുവൻ വരണമേ എന്ന് നമ്മളെ കൊണ്ട് തന്നെ ആഗ്രഹിപ്പിക്കുന്നു, പ്രാർത്ഥിപ്പിക്കുന്നു. അതാണല്ലോ ഈശോ അന്ത്യത്താഴ്ത്തി പ്രാർത്ഥിച്ചത്, അവർ ഒന്നായിരിക്കാൻ വേണ്ടി, പൂർണ്ണമായിട്ട് ഒന്നായിരിക്കാൻ വേണ്ടി. അതാണല്ലോ പെന്തക്കോസ്തായിലെ സഭ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ദൈവരാജ്യത്തിന്റെ ആദ്യത്തെ കൂട്ടായ്മ ഉണ്ടായപ്പോൾ വിശ്വാസ സമൂഹം, ഒരു ഹൃദയം, ഒരാത്മാവും. ഇതിലേക്ക് നമ്മൾ നിരന്തരം വളർന്നു വരണം, കയറി വരണം. ഈ കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായിട്ട് ഒന്നിനും നമ്മൾ അനുവദിക്കാൻ പാടില്ല. ആ അവസ്ഥ ഉണ്ടാവും തിരുമനസ് നമ്മൾ നിറവേറുമ്പോൾ, സ്വർഗത്തിലെ പോലെ ആകുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.